ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ഫെസ്റ്റിവൽ കാണാൻ പോയതാട്ടോ ഇത്. കുറേ കാലത്തിന് ശേഷമാണ് അമ്മയുടെ കൂടെ ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാനായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം തൊട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. കുറച്ച് ദിവസമായി, ഒരു 4-5 ദിവസമായിട്ട് ഞങ്ങൾ പോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെന്നു. പക്ഷെ അവർ പറഞ്ഞു 4:30-ക്കാണ് തുറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നേ. അത് കഴിഞ്ഞതേ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറണം കേട്ടോ, ഗുണ കേവ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുള്ളി ആകെ കയറിയപ്പോൾ തന്നെ ഒന്ന് പേടിച്ചു. മൊത്തത്തിലൊരു ഇരുട്ടും ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കൊരു പേടി തോന്നിയായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ ആ ഒരു വെപ്രാളമൊക്കെ കഴിഞ്ഞ് പുള്ളി ഇതെല്ലാം കാണാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് കണ്ടാലോ? ഓക്കെ. ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് അവരുണ്ടാക്കിയേക്കണം കേട്ടോ. ചെറിയൊരു കപ്പൽ പോലത്തെ സംഭവവും കുറച്ച് കൊട്ടാരത്തിൻ്റെ ഒരു പിക്ചറൊക്കെ വരുന്ന ഭാഗങ്ങളാട്ടോ ഇത്. ഞങ്ങൾ പൊന്നോട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ആദ്യം സമ്മതിച്ചില്ല കേട്ടോ. പുള്ളി ഇപ്പുറത്തെ കണ്ടോ ആ ഗുഹയ്ക്കകത്തേക്ക് ആദ്യം കയറിപ്പോയായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അമ്മേനെയും കൊച്ചിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടാട്ടോ ഞങ്ങൾ പിന്നെ ഫോട്ടോയൊക്കെ എടുത്തത്. അതിന് ശേഷം ആ ഗുഹയ്ക്കകത്തേക്കിടെ കയറി പോകുമ്പോഴാട്ടോ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു രസമുണ്ടായിരുന്നു. നമ്മൾ കാടിനകത്ത് ചെല്ലുമ്പോൾ ആ ഒരു കാറ്റ് നല്ലൊരു സുഖമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഓരോ മൃഗങ്ങളിങ്ങനെ അനങ്ങണതായിട്ടും ഒച്ചയുണ്ടാക്കണതായിട്ടും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഏകദേശം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇതല്ലെങ്കിലും നമുക്ക് പൈസ പോയെന്നുള്ള ഒരു ഇത് തോന്നില്ല. ആ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻട്രി പാസ് നമുക്ക് 70 രൂപയായിരുന്നു കേട്ടോ വന്നത്. പിന്നെ നമ്മൾ കുട്ടികളുടെ ഇതിനകത്തൊക്കെ കയറുമ്പോഴേക്കും അതിന് ഓരോരോ ചാർജുകളായിരുന്നു കേട്ടോ. പൊന്നൻ കുറച്ച് ഇതിലൊക്കെ കയറിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ ഒരു രസമാണല്ലോ ഇതൊക്കെ. അപ്പോൾ കുതിരയുണ്ടായിരുന്നു, പിന്നെ ആനയുണ്ടായിരുന്നു, പാമ്പിനെ ചുറ്റിച്ച് നമ്മുടെ മരത്തയിൽ ചുറ്റിച്ച് വെച്ചേക്കുന്നു. ഇതൊക്കെയായിരുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടും. നമുക്ക് ഫുള്ളൊന്ന് കാണാം.
ഞാനോ അയ്യോ എന്നെ കഴിഞ്ഞ് പൊക്കം കൂടുതലും വണ്ണമുള്ളവരുണ്ട് ഒരു പേര് കൂടെ നിങ്ങളുടെ ഉള്ളൊന്നും ഇതിലൊന്നും കയറേണ്ട കാര്യം എനിക്ക് പേടിയാ അതിനെന്നാ അതിലൊന്നും കയറണ്ട അവിടെ സ്പീഡ് കൂട്ടുന്നത് ഇല്ല കണ്ടത് ആ പരിധി അത്രയും വെച്ചിട്ടാ ഓടിക്കണം കേട്ടോ അതിനപ്പുറത്തേക്കില്ല ഇത്രയോ ഈ ആകാശക്കോട്ടയുടെ ചുറ്റുമതിലുകളിൽ കൂടി ഒരേ സമയം 2 മാരുതി കാറുകളും 2 മോട്ടോർ ബൈക്കുകളിലുമായി 4 ചെറുപ്പക്കാർ നടത്തുന്ന അത്ഭുത സാഹസിക പ്രകടനത്തിന്റെ നേർക്കാഴ്ച കാണാൻ കുട്ടികൾക്കൊപ്പം കുടുംബത്തോടൊപ്പം ഓർക്കുക കേരളീയർക്കായി അത്ഭുത സാഹസികം നിറഞ്ഞ ഈ പരിപാടി കാണുവാൻ ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. മാരുതി മരണക്കിണർ സർക്കസ്. ഒരേ സമയം 2 മാരുതി കാറുകളിൽ 2 മോട്ടോർ ബൈക്കുകളിൽ 4 ചെറുപ്പക്കാർ നമ്മളെപ്പോലെ തന്നെ ചോരയും നീരുമുള്ള മജ്ജയും മാംസവുമുള്ള ഈ ചെറുപ്പക്കാർ കാണിക്കുന്ന അത്ഭുത പ്രകടനം കാണികൾ ചോദിക്കുന്നു, ഇവർ അമാനുഷികരാണോ? അത്ഭുത സാഹസിക പ്രകടനം കാണാം, ആസ്വദിക്കാം കുട്ടികൾക്കൊപ്പം കുടുംബത്തോടൊപ്പം ഈ ദൃശ്യവിസ്മയം. മാരുതി മരണക്കിണർ സർക്കസ്. ഈ പരിപാടി കണ്ടില്ലെങ്കിൽ ഈ മേളയിലെ ഏറ്റവും മികച്ച പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. വേഗമാകട്ടെ, കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം ഈ സാഹസിക പരിപാടി ആസ്വദിക്കാം. കടന്നുവരും. ടിക്കറ്റ് ഇതാ നമുക്ക് മുന്നിലുള്ള ഈ കൗണ്ടറിലൂടെ ലഭിക്കുന്നു. മാരുതി മരണക്കിണർ നിങ്ങളെ അത്ഭുതത്തിന്റെ മായാലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. മാരുതി മരണക്കിണർ. അനന്തവിശാല നീലാകാശത്തിൽ വട്ടമിട്ട് പാറിപ്പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഇങ്ങ് താഴെ ഇരുമ്പിലും ഉരുക്കിലും മരത്തടിയിലും നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഈ ആകാശക്കോട്ടയുടെ ചുറ്റുമതിലുകളിൽ കൂടി ഒരേ സമയം 2 മാരുതി കാറുകളും 2 മോട്ടോർ ബൈക്കുകളിലുമായി 4 ചെറുപ്പക്കാർ നടത്തുന്ന അത്ഭുത സാഹസിക പ്രകടനം. അനന്ത നീലവിഹായത്തിൽ വട്ടമിട്ട് പാറിപ്പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഇങ്ങ് താഴെ മരണക്കിണർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ യന്ത്രപക്ഷികളാകുന്ന മോട്ടോർ ബൈക്കുകളുടെ ചിറകിലേറിക്കൊണ്ട് പാറിപ്പറക്കുന്നു ഈ ചെറുപ്പക്കാർ ബെല്ലും ബ്രേക്കുമില്ലാതെ. മാരുതി മരണക്കിണർ സർക്കസ്. കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്ന, കാണാത്തവർ ഒരു നോക്ക് കാണുവാൻ തിക്കും തിരക്കും കൂട്ടുന്ന അത്ഭുത സാഹസിക പ്രകടനത്തിന്റെ നേർക്കാഴ്ചയുമായി മാരുതി മരണക്കിണർ സർക്കസ്.
ഓർമ്മിപ്പിക്കുന്നു. വേഗമാകട്ടെ, ഷോ ആരംഭിക്കാൻ സമയമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫെസ്റ്റിവലിന് പോയ കാഴ്ചകളും പിന്നെ അതിനകത്ത് കയറിയതും എല്ലാം കൊണ്ടും ഇത്രയേ ഉണ്ടായുള്ളൂ. ഏകദേശം ഒരു 6-6:30 ആയിരുന്നു ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. കുറച്ച് നേരം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ പോന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് അവൻ ആ കളിപ്പാട്ടവും അതും ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുമായിരുന്നു. ഇതായിട്ടോ അവിടെ നിന്നെടുത്ത ഫോട്ടോസൊക്കെ. അപ്പോൾ ആദ്യമൊന്നും പുള്ളി സമ്മതിച്ചില്ല, എങ്കിലും ഞങ്ങൾ ബലം പിടിച്ച് നിർത്തി. പിന്നെ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞാൻ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരത്തേക്കും ബൈ ബൈ, സി യു.